ഹലോ വീവേഴ്സ്, നമുക്കിന്ന് പയറുപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ കുറച്ച് പയർ, അതുകൊണ്ടില്ലേ പച്ചപ്പയർ ഇതേമാതിരി ചെറുതാക്കി ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഒരു 5-6 ഇതേമാതിരി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് വേണം. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ കുറച്ച് എണ്ണയും വേണം. ഇത്ര സാധനമാണ് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ പയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. അപ്പം നമുക്കിനി ഉപ്പേരി വെന്തോന്ന് നോക്കാം. ഉപ്പേരി വെന്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം. ഈ ഉപ്പേരി വയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് സ്വാദ്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞു, കണ്ടില്ലേ, കുറേശ്ശെ ഇങ്ങനെ ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പയർ വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം കളയേണ്ട, വെള്ളം നമുക്ക് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പയറുപ്പേരി നല്ലപോലെ വലിഞ്ഞാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കത് ഒന്നും കൂടി ഒന്ന് 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പയറുപ്പേരി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.